ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്യാപ് കട്ടിൽ എങ്ങനെ ബട്ടർഫ്ലൈ എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മൾ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതേപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടരെ ഇങ്ങനത്തെ ഓരോ ക്യാപ് കട്ടിനൊക്കെ അധികം നമ്മൾ മെയിനായിട്ടും ഇടുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ക്യാപ് കട്ടിൽ എങ്ങനെ ബട്ടർഫ്ലൈ എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നേരെ ഇങ്ങനെ കണ്ടോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ആപ്പ് എന്നുള്ളത് ക്യാപ് കട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ക്യാപ് കട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ക്യാപ് കട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ട് ക്യാപ് കട്ട് ഓപ്പൺ ആകും. അപ്പോൾ ക്യാപ് കട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. നമ്മളെ ഗാലറിക്ക് ഇത് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ള വീഡിയോസ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാട്ടർ മാർക്ക് ഒന്ന് ഒഴിവാക്കാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് കാണാം. ആ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓവർലി എന്നുള്ള ഓപ്ഷൻ അതിൻ്റെ ബാക്ക് തന്നെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഓവർലി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് അടിയിലേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നീക്കി വെച്ചെടുക്കാം. അതിനായിട്ട് ഈ വീഡിയോ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നിട്ട് വലിച്ചാൽ ഇവിടെ വന്ന് വെക്കും. ഇനി നമുക്ക് ഈ അടിയിലുള്ള വീഡിയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒഴിവാക്കിയിട്ട് ആ സബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ റിമൂവ് BG എന്ന് കാണും. അതിന്മേൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ഒരു കീ ഉള്ള ഓപ്ഷനും അതേപോലെ കസ്റ്റമർ റിമൂവലും അതേപോലെ ഓട്ടോ റിമൂവലും കാണിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഓട്ടോ റിമൂവൽ എന്നാൽ നമുക്ക് സബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടും. അതിന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ആ സബ്ജക്റ്റ് മാത്രമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കസ്റ്റമർ റിമൂവൽ പോയാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്താൽ ആ സബ്ജക്റ്റിന് മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്താൽ കിട്ടും. ആദ്യം എങ്ങനെയാണ് കാണിക്കുക, പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ആ സബ്ജക്റ്റ് ഒറ്റക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം ഈ ടിക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് നീക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും സബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടി. അപ്പം നമുക്ക് ഇനി ആദ്യത്തെ പോലെ തന്നെ ആക്കാം. ഇനി അതിനുശേഷം നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എഫക്റ്റിൽ പോവുക, ബോഡി എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ VPN ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒന്നും വർക്കാവില്ല. നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് കാണിക്കും. അപ്പം അതിനായിട്ട് തന്നെ ഞാൻ നമ്മുടെ VPN ഓൺ ആക്കാണ്. അപ്പോൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ VPN ഓൺ ആവും. അതിൽ ഫാസ്റ്റസ്റ്റ് ലൊക്കേഷൻ ഉള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് കാനഡ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാനിവിടെ അധികം യൂസ് ചെയ്യൽ കാനഡ തന്നെയാണ്. അപ്പോൾ നിങ്ങളും കാനഡ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ഏതിനൊരു നമ്പർ എടുക്കുകയാണ്, ഞാൻ 27 എടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോഡിങ് നടന്നതിന് ശേഷം ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ടൈമിങ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ക്യാപ് കട്ട് വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കുക. ഇപ്പോൾ നമുക്ക് പ്രോ ഇപ്പം കിട്ടില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക. ബാക്ക് അടിച്ചാൽ ആ സബ്ജക്റ്റ് അപ്പം നമ്മൾ ചെയ്ത വീഡിയോ അവിടെ സേവ് ആയിട്ടുണ്ട്. അതിന് നമ്മൾ ഒന്നും പാടിയും ക്യാപ് കട്ട് ഓപ്പൺ ആക്കുകയാണ്, ക്യാപ് കട്ട് പ്രോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേലെ പ്രോ അൺലോക്ക് പ്രോ ഫീച്ചർ എന്നൊക്കെ കാണിച്ചതിന്. അപ്പോൾ ഇപ്പം നമുക്ക് പ്രോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ ഇപ്പോൾ ഇവിടെ അടിയിലായിട്ട് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യാണ്, എടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇതിന് എഫക്റ്റ് ആഡ് ചെയ്യണം. നമ്മൾ എഫക്റ്റ് പോയിട്ട് ബട്ടർഫ്ലൈ നടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അങ്ങനെ വരും. അല്ല നമുക്ക് ഈ സെർച്ച് ബാറിൽ പോയിട്ട് ബട്ടർഫ്ലൈ നടിച്ചു കൊടുത്താലും വരും. അല്ലാതെ തന്നെ ഇവിടെ നമുക്ക് ഹോമിൽ തന്നെ വന്നിക്കണ്, ഫസ്റ്റത്തെ പേജിലായിട്ട് തന്നെ വന്നിക്കണ്.
നമുക്കിത് ബട്ടർഫ്ലൈ ഇവിടെ കാണാൻ കഴിയും. അതേപോലെ ഇങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ റിമൂവ് പേജ് ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഈ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അതായത് ഇത് സബ്ജക്റ്റുമ്പോൾ കൂടെ പോകില്ല, ഈ ബട്ടർഫ്ലൈ ഒന്നും സബ്ജക്റ്റുമ്പോൾ കൂടെ പോകില്ല, മറ്റേ എല്ലായിടത്തും കൂടി ഇങ്ങനെ പാരടക്കും. ആ സബ്ജക്റ്റിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ബട്ടർഫ്ലൈ എഫക്റ്റ് ഇവിടെ ആഡായിട്ടുണ്ട്. ഓക്കെ, ദെൻ നല്ലൊരു സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് സൗണ്ട് എഫക്റ്റിൽ പോയിട്ട് എന്താ ഇവിടെ സൗണ്ട് എഫക്ട്സ് കാണും. അതിൽ പോയാൽ ബേർഡ്സ് ഫ്ലൈ സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ സൗണ്ട് എഫക്ട്സ് കാണാം. അതിൽ നിങ്ങൾ നല്ലതിന് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. ഭാഗം മാത്രം നമുക്ക് മതി, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ സൗണ്ടിൽ അധികം മാച്ച് ആവുക പക്ഷികൾ പറക്കണതേ കാരണം. അപ്പം ഞങ്ങൾക്ക് പക്ഷികളെ എഫക്റ്റാണ് വേണ്ടെന്നുണ്ടെങ്കിലും എഫക്റ്റിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഈ സാധനം അതിന് പറ്റിയ ചേർച്ചുള്ളതാണ്. ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് തന്നെ അഡ്ജസ്റ്റിൽ പോയാൽ നമ്മളെ സൈസിനനുസരിച്ച് വലുതാക്കാനൊക്കെ കഴിയും. സ്പീഡും നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിൻ്റെ ഒരു എഫക്റ്റ് ഇതാ നമുക്ക് അയിത്തന്നെ പോയ കുറേ ഫീച്ചർ അയിത്തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടായാലും നമുക്ക് വീഡിയോസ് ഇനിയും ഇറക്കാൻ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ.